നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുസ്ലിം ലീഗിനെതിരെ എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ മുസ്ലിം വോട്ട് ബാങ്കിനെ അകറ്റിയെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളിയെ സി.പി.എം ഇപ്പോൾ തള്ളിപ്പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ അന്ന് തള്ളിക്കളയാത്തതാണ് മുസ്ലിം വോട്ടുകൾ നഷ്ടമാകാൻ കാരണമെന്നാണ് സി.പി.എം വിലയിരുത്തൽ. അതുകൊണ്ടാണ് കനത്ത തിരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ നിർത്തി വെള്ളാപ്പള്ളിക്കെതിരെ സി.പി.എം വിമർശനം കടുപ്പിക്കുന്നതും. എന്നാൽ വെള്ളാപ്പള്ളി മുൻ നിലപാടിൽ തന്നെയാണ്. താൻ വിമർശിച്ചത് മുസ്ലിം സമൂഹത്തിനെയല്ല, മുസ്ലിം ലീഗിനെയാണ് എന്ന വാദത്തിലാണ് വെള്ളാപ്പള്ളി ഉറച്ചു നിൽക്കുന്നത്. ലീഗ് മതേതര പാർട്ടിയല്ല, ഇത് സി.പി.എമ്മിന് പറയാൻ കഴിയുമോ? വെള്ളാപ്പള്ളി ചോദിക്കുന്നു. ലീഗും കേരള കോൺഗ്രസും മന്ത്രിമാരാക്കുന്നത് ആരെയാണ്? മന്ത്രിമാരുടെ ഓഫീസുകളിൽ, ബോർഡ്, കോർപ്പറേഷൻ സ്ഥാനങ്ങളിൽ ലീഗും കേരള കോൺഗ്രസുമൊക്കെ നിയമിക്കുന്നത് ആരെയാണ്? ഇതിലൊക്കെ മതേതരത്വമുണ്ടോ? എന്നിട്ട് ന്യൂനപക്ഷങ്ങൾ സി.പി.എമ്മിന് വോട്ട് ചെയ്തോ? വിമർശനം കടുപ്പിച്ച് വെള്ളാപ്പള്ളി ചോദിക്കുന്നു. സി.പി.എമ്മിന്റെ മുസ്ലിം, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട അവസ്ഥ എന്താണ്? ഇവർക്ക് അതാത് സമുദായങ്ങൾ വോട്ട് ചെയ്തില്ല. താൻ പറയുന്നത് സാമുദായിക സത്യങ്ങളാണ്. അതിനിയും ഉറക്കെ പറയും. അതിൽ ആർക്കും ഒരു പരിഭവവും വേണ്ട. കോടിയേരിയെപ്പോലുള്ള ഒരു നേതാവിന്റെ അഭാവമാണ് ഇപ്പോൾ സി.പി.എമ്മിന് വിനയാകുന്നത്. വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നു. ലീഗ് വിമർശനം താൻ തുടരും എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ ലീഗ് വിമർശനമാണ് ഇക്കുറിയുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സഹായകമായത്. നേമം എന്ന ഒരു നിയമസഭാ സീറ്റിന് പകരം 3 സീറ്റുകളാണ് കഴക്കൂട്ടവും ചാത്തന്നൂരും അടക്കം ബി.ജെ.പി നേടിയത്. അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ. തിരുവനന്തപുരം ജില്ലയിലല്ലെങ്കിലും ചാത്തന്നൂർ തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ്. സി.പി.എമ്മിന്റെ 3 സിറ്റിംഗ് സീറ്റുകളാണ് ബി.ജെ.പി കൈവശമാക്കിയത്. പക്ഷേ അതിരുകടന്ന വെള്ളാപ്പള്ളി വിമർശനത്തെ സി.പി.എം ഭയക്കുന്നുമുണ്ട്. വിമർശനം അതിരുകടന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ സി.പി.എമ്മിന്റെ കയ്യിൽ നിന്നും പോകാനും സാധ്യതയുണ്ട്. തൽക്കാലം വെള്ളാപ്പള്ളിയെ പടിക്ക് പുറത്തു നിർത്താനാണ് സി.പി.എം നീക്കം. എന്തായാലും സി.പി.എമ്മിന്റെ നിലപാട് മനസ്സിലാക്കി തന്നെയാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ലീഗ് വിമർശനം തുടരുക തന്നെ ചെയ്യുമെന്ന് വെള്ളാപ്പള്ളിയുടെ നിലവിലെ പ്രതികരണങ്ങൾ തെളിയിക്കുന്നുമുണ്ട്.